ഇവിടെ ഡോക്ടർ സരിൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് മുമ്പ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഒന്ന്, കോൺഗ്രസിൽ DCCകളുടെ അഭിപ്രായത്തിന് KPCC ഒരു വിലയും നൽകുന്നില്ല, പ്രാദേശിക നേതൃത്വത്തിന് ഒരു പുല്ല് വില പോലും KPCC നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും കൊടുക്കുന്നില്ല എന്നൊരു കാര്യം. അതുപോലെ തന്നെ കോൺഗ്രസും BJPയും തമ്മിൽ പരസ്യമായിട്ടുള്ള ഡീലാണ്. ആ ഡീല് അടുത്ത കാലത്ത് നിരവധി സംഭവവികാസങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഡോക്ടർ സരിൻ മുന്നോട്ട് വെച്ചത്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് സരിൻ കോൺഗ്രസ് രാഷ്ട്രീയം വിടുന്നു, ഇടതുപക്ഷത്തോട് യോജിക്കാൻ തയ്യാറാകുന്നു, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുന്നു, പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതിനുശേഷം പുറത്തു വന്ന ഓരോ കാര്യങ്ങളും ഈ സരിൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. ഇവിടെ പ്രാദേശിക നേതൃത്വത്തിനോ DCCക്കോ ഒരു വിലയും കോൺഗ്രസിന്റെ KPCC നേതാക്കന്മാരോ AICCയോ കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വന്ന കത്ത്. ആദ്യം അങ്ങനെ ഒരു കത്തില്ലെന്ന് പറഞ്ഞു, അതിനുശേഷം വ്യാജ കത്താണ്, ഒപ്പില്ലാത്ത കത്താണെന്ന് പറഞ്ഞു. ഒപ്പുള്ള കത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു 4 പേരുടെ പേരാണ് DCC നിർദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അല്ല, ഒറ്റ പേരേ ഉള്ളൂ, ആ ഏക പേര് നിഷേധിച്ചുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നത് എന്നുള്ള കാര്യം തെളിയിക്കപ്പെടുന്ന തെളിവുകൾ കൃത്യമായി പുറത്തു വന്നിട്ട് പൂർണ്ണമായിട്ടുള്ള മൗനം KPCC തുടരുന്ന കാര്യമാണ് നാം കണ്ടത്. ആ വിഷയത്തിൽ പിന്നെ കോൺഗ്രസിന് പ്രതികരിക്കാനേ കഴിഞ്ഞില്ല. ശ്രീ K മുരളീധരനടക്കം പല ഘട്ടത്തിലും ഈ വിഷയത്തിലുള്ള തൻ്റെ അഭിപ്രായം വിയോജിപ്പായിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ സരിൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ശരിവെച്ചു. രണ്ടാമത്തെ കാര്യം കോൺഗ്രസും BJPയും തമ്മിൽ പരസ്പരം വലിയ ഡീലാണ് നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഉയർന്നു വന്ന വിഷയങ്ങൾ സരിൻ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് പോയി. ഏറ്റവും അവസാനം KPCCയുടെ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയല്ലോ. എന്തായിരുന്നു? ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും രാമക്ഷേത്രം നിർമ്മിച്ചതുമെല്ലാം ജാംബവാന്റെ കാലത്ത് ഉണ്ടായ സംഭവമാണ്. അതായത് ജനുവരി മാസം 22-ാം തീയതി നടന്ന ഉദ്ഘാടനം 23-ാം തീയതി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് നവംബർ മാസം 16-ാം തീയതി, വെറും 10 മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസിന്റെ KPCCയുടെ പ്രസിഡന്റ് പറയാ ജാംബവാന്റെ കാലത്ത് നടന്ന സംഭവം ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടതില്ല എന്ന് എത്തിച്ചേരുന്ന സാഹചര്യം. ഇവിടെയെല്ലാം പല ഘട്ടത്തിലും കോൺഗ്രസിന് തെറ്റിദ്ധരിപ്പിക്കുന്ന പല പ്രസ്താവനകൾ നടത്തേണ്ടി വന്നു. ഉയർന്നു വന്ന വിഷയങ്ങൾക്ക് മറുപടി കൊടുത്ത് പോകേണ്ടി വന്നു. ആ ഘട്ടങ്ങളിലെല്ലാം ഏറ്റവും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും കൃത്യമായി അത് ചർച്ച ചെയ്യുവാനും ഏതെങ്കിലും തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉണ്ടായ ആക്ഷേപങ്ങൾ പരിഹരിക്കാനും അത് പരിഹരിച്ചു ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വയനാട്ടിൽ പൂർണ്ണമായി ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിച്ചത്, കേരളത്തെ അവഗണിച്ചത്, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നഗ്നമായിട്ടുള്ള നിയമലംഘനം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, അതിന്റെ ഭാഗമായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, അതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 4 കോടി രൂപ ഷാഫി പറമ്പിലിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു. ഒരു വക്കീൽ നോട്ടീസ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ചാനലിൽ മാത്രം പറഞ്ഞ ഏതോ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി പറഞ്ഞതല്ലാതെ ഒരു നിയമ നടപടി സ്വീകരിക്കുവാനോ ഒരു പത്രസമ്മേളനം വിളിച്ച് അത് വിശദീകരിക്കുവാനോ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല. അങ്ങനെ കോൺഗ്രസും BJPയും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഡീല് ഓരോ ദിവസവും കൂടുതൽ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. വട്ടിയൂർക്കാവിൽ ഉണ്ടായതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയം, വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുള്ള ഒരു വിജയം നേടിയെടുക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. 11 കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരുണ്ട്, DCC നേതാക്കന്മാരുണ്ട്, വനിതാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ നിരവധി നേതാക്കന്മാരും കുടുംബവും CPMനോട് യോജിക്കാൻ തയ്യാറായി. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും ഞങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അലോസരങ്ങളോ ഉള്ള സാഹചര്യമില്ല. എന്നാൽ കോൺഗ്രസും BJPയും നേതാക്കന്മാരെ കൊഴിഞ്ഞു പോകലും നേതാക്കന്മാർ തമ്മിൽ വിഴുപ്പലക്കുന്ന പ്രസ്താവനകൾ നടത്തിയും കൂടുതൽ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യമാണ് നാം കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായിരിക്കും. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇടതുപക്ഷത്തിന് ആധികാരികമായിട്ടുള്ള വിജയം സമ്മാനിക്കുന്ന റിസൾട്ട് ആയിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ശക്തിയായി തുടരാൻ ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. എല്ലാ രംഗത്തും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അത് സുസ്ഥിര വികസന സൂചികയായാലും അതെ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഞാൻ പറയാം, മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും ഈ രാജ്യത്ത് ഒന്നാമതായി വരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് മുന്നോട്ട് പോകുന്നു. ആ മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് കൂടുതൽ കരുത്തുറ്റുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം നൽകുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അത് ചേലക്കര ആയാലും പാലക്കാടായാലും അത്തരത്തിൽ തന്നെ ഒരു റിസൾട്ട് ആയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വിലയിരുത്തലാകും അല്ലെ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തും, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ ഏറ്റവും കൃത്യമായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു
എത്തിച്ചിട്ടുണ്ട്. നല്ല തരത്തിൽ പൊതുയോഗങ്ങളും കുടുംബയോഗങ്ങളും വീടുകൾ കയറിയിട്ടുള്ള ക്യാമ്പയിനുകളും എല്ലാം ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിയുള്ള ക്യാമ്പയിൻ, പുറത്തുനിന്ന് കുറെ നേതാക്കന്മാരെ കൊണ്ടുവന്ന് ആഷ്പോഷ് സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ ഒരു വാർത്ത ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമല്ല ഞങ്ങൾ സൃഷ്ടിച്ചത്. ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ്. ഒരു കാര്യം കൂടി ഞാൻ മറുപടി പറയാം. ബി.ജെ.പിയുടെ നേതാവ് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു കുഴൽപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇവിടെ 3.5 കൊല്ലമായി ED കുഴൽപ്പണ കേസിൽ അടയിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ട്. കൃത്യമായി കുറ്റപത്രത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, ഈ പണം എവിടെ നിന്നാണ് വന്നത്, ഇത് എങ്ങോട്ടാണ് പോയത്, എന്താവശ്യത്തിനാണ് എന്ന് കണ്ടെത്തണം. 25 ലക്ഷം രൂപയാണ് ധർമ്മരാജൻ നഷ്ടപ്പെട്ടു, അത് പലരും കവർച്ച നടത്തിയെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. എന്നാൽ 3.25 കോടി രൂപയുണ്ട് എന്ന് കണ്ടെത്തി. 1,56 ലക്ഷം രൂപ പോലീസ് തന്നെ സീസ് ചെയ്തു. 66 ലക്ഷം രൂപയുടെ സ്വർണം പോലീസ് യൂസ് ചെയ്തു. ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കി. ധർമ്മരാജന്റെയും പ്രധാനപ്പെട്ട സാക്ഷികളുടെയും മൊഴി പ്രകാരം 41 കോടി രൂപ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കെ സുധാകരന്റെ അഭിപ്രായ പ്രകാരം നിർദ്ദേശപ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിൽ മൊഴിയുണ്ട്. ആ മൊഴിയെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ PMLA ആക്ട് പ്രകാരം EDക്ക് പറ്റൂ. അതുകൊണ്ട് പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ബാക്കി ഭാഗം അന്വേഷിക്കാൻ കൃത്യമായി 2/8/2021 കെ സുരേന്ദ്രൻ 2/8/2021 തന്നെ ഈ കുറ്റപത്രം കേന്ദ്രത്തിന് സമർപ്പിച്ചതാണ്, EDക്ക് സമർപ്പിച്ചതാണ്. 3.5 കൊല്ലമായി മൗനം പാലിക്കുകയാണ്, ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അതുകൊണ്ട് ED ഇതിന് മറുപടി നൽകേണ്ടി വരും. രാജ്യത്താകമാനം EDയെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ അന്വേഷിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ED ഇതിന് മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ് BJP നേതാവ് ഇവിടെ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.